ഹായ് ഫ്രണ്ട്സ്, ജോബീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ്. തേങ്ങ അരയ്ക്കാത്ത ഒരു ബീട്രൂട്ട് പച്ചടി. ഞാൻ അങ്ങനെ വലിയൊരു കുക്കൊന്നും അല്ല. എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓരോരോ വീഡിയോ എടുത്തിടുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ഗ്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഉള്ളി, ഇത് ചെറിയ ഉള്ളിയാണ് നല്ലത്, പക്ഷേ ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെല്ലുള്ളി ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3 അല്ലി ചുവന്ന മുളക്, പിന്നെ കുറച്ച് കടുക് ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് കടുക്. പിന്നെ കുറച്ച് ഉലുവയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൈര്, ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈരിലേക്ക് ഞാനൊരു ചെറിയ ടീസ്പൂണ് കുറച്ച് ഉപ്പിടുകയാണ്. ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അതിലോട്ട് കുറച്ച് ചതച്ച് വെച്ച് കടുകും കൂടി ഇടുന്നുണ്ട്. കടുക് ചതച്ച് വരുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വയ്ക്കുന്നു. പാൻ ചൂടാതിന് ശേഷം ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഈ ഉള്ളി ഇടുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം. ഇനി അതിലോട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇടുന്നു. കറിവേപ്പിലയും കടുക് ഞാൻ ഏറ്റവും അവസാനം കടുക് പൊട്ടിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഏകദേശം ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലൂടെ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുകയാണ്. ബീട്രൂട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇത് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കുക. ഈ ബീട്രൂട്ടിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് അത് ആ വെള്ളത്തിൽ വെന്തോളും. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ. കാരണം 1/2 സ്പൂൺ ഞാൻ തൈരിൽ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടെ മൂടി വയ്ക്കാൻ, കുറച്ചുകൂടെ വേകാനുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മൂടി വയ്ക്കുകയാണ്. ഏകദേശം ആയെന്ന് തോന്നുന്നു. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ഈ മോര് കലക്കി വെച്ച് ഒഴിക്കുകയാണ്. ചെറു തീ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ മോര് തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ചെറിയ ചൂടായിട്ടുണ്ട്, ഞാൻ തിളപ്പിക്കുന്നില്ല. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നു. അതിലൂടെ ഞാൻ കുറച്ച് കടുക് ഇടുകയാണ്. കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് ഉലുവ ഇടുകയാണ്. പിന്നെ അതിലൂടെ ചുവന്നമുളക് എടുത്ത് വെച്ച് ചുവന്നമുളക് ഇടുന്നു. ബാക്കി കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് നിറക്കുന്നു. ഞാനത് ക്യാരറ്റിലോട്ട് ഒഴിക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ക്യാരറ്റ് പച്ചടി വീട്ടിലുണ്ടാക്കാവുന്നതാണ്. തേങ്ങയില്ലാതെ, തേങ്ങ അരയ്ക്കാത്തതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. 2-3 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും വളരെ താങ്ക്സ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.